യുവാവിനെയും കാരണമില്ലാതെ മർദ്ദിച്ച് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിലും ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥനായിരുന്നു എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI ആയിരുന്ന പ്രതാപചന്ദ്രൻ. സംഭവം നടന്നിട്ട് മേലുദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എൻ്റെ മോനെ തട്ടിച്ച് വല്ല ഞരമ്പിനെ ചത്തെങ്കിൽ ഞങ്ങൾ അറിയോ. പോലീസ് മർദ്ദനമേറ്റ് കിടക്കുന്ന മകൻ റിനീഷിന്റെ അവസ്ഥ കണ്ട് കരയുകയാണ് അമ്മ റിനി. ഹോട്ടലുകളിലേക്കും മറ്റും ഇതര സംസ്ഥാന തൊഴിലാളികളെ നൽകുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് കാക്കനാട് സ്വദേശി റിനീഷ്. കഴിഞ്ഞ ദിവസം തൊഴിലാളികളെ കൂട്ടാൻ എറണാകുളം നോർത്തിൽ എത്തിയപ്പോഴാണ് സംഭവമുണ്ടായത്. തൊഴിലാളികളെ കാത്ത് നോർത്ത് പാലത്തിന് താഴെയിരുന്നപ്പോൾ പോലീസ് എത്തി. കാര്യങ്ങൾ ചോദിച്ച ശേഷം നോർത്ത് പോലീസ് അകാരണമായി മർദ്ദിച്ചെന്നാണ് പരാതി. എൻ്റെ പോക്കറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ച് ഞാൻ എടുത്ത് ഹെഡ്സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എടുക്കണ സമയത്ത് കയ്യിലൊരു കോലുണ്ടായ സാറിൻ്റെ വലിയൊരു വടി അത് വെച്ച് ഒറ്റ അടിച്ചൊഴിക്കുക കോല് ഒടിഞ്ഞ് എനിക്ക് മരവിച്ചു പോയി. അവിടെ പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്ന് കൊടുക്കുകയും ചെയ്തു. എന്തിനാ തല്ലിയെന്ന് ചോദിച്ചു. അത് പറഞ്ഞ വഴിക്ക് മുഖത്തിട്ട് ഒരു അടിച്ച് അങ്ങനെ 4 പ്രാവശ്യം എന്നെ തല്ലി. തലയിലും തുടയ്ക്കും അടിച്ച ശേഷം പോലീസ് റിനീഷിനെ സ്റ്റേഷനിലെത്തിച്ചു. തുടർന്ന് ഛർദ്ദിച്ചപ്പോൾ റിനീഷിനെ പോലീസ് സംഘം എറണാകുളം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ ചോദിച്ചു നിൻ്റെ വല്ല മുറിവുണ്ടാന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല മുറിവൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മുറിവുണ്ടാണെന്നറിയില്ല, എന്നെ തല്ലിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഡോക്ടറിനെ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഇവിടത്തെ പാട് കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്തായാലും എഴുതണമെന്ന് പറഞ്ഞു. അതിനിടെ റിനീഷിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. സംശയാസ്പദമായ നിലയിൽ കണ്ടപ്പോൾ കസ്റ്റഡിയിലെടുത്ത ശേഷം കരുതൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചെന്നാണ് വിശദീകരണം. ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം കലശലായതോടെ റിനീഷ് പിന്നീട് കാക്കനാട് സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷയൊന്നും കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കയറൂരി വിട്ടിരിക്കുകയാണ്. എന്നാൽ മർദ്ദിച്ചിട്ടില്ലെന്ന പോലീസ് വാദം പൊളിക്കുന്നതാണ് റിനീഷിന്റെ ശരീരത്തിലെ പാടുകൾ. മാത്രമല്ല പരിശോധനയിൽ റിനീഷിന്റെ പക്കൽ നിന്നും ഒന്നും കിട്ടിയില്ലെന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നു. ജോയ്സിയാറിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.